കാർ അപകടത്തിൽപ്പെട്ടതറിഞ്ഞ് രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തിയാൽ രോഗിയുമായി പോയ ആംബുലൻസ് ഇടിച്ച് മരിക്കുന്നു. തികച്ചും ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ കാണുന്നതിനേക്കാൾ വെല്ലുന്ന ഒരു കഥ. എങ്ങനെയാണ് ഇത്രയും നന്മ നിറഞ്ഞ മനുഷ്യർക്കൊക്കെ പെട്ടെന്ന് ഭൂമിയിൽ നിന്ന് യാത്രയാകാൻ സാധിക്കുന്നത്? ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത യാത്രയാണ് എല്ലാവരും പോകുന്നത്. ഇപ്പോഴിതാ ഇലന്തൂർ പാലച്ചുവട് പുളി നിൽക്കുന്നതിൽ മാത്യു ടി ഷാമുവേൽ ആണ് മരിച്ചത്. റെജി എന്നാണ് അദ്ദേഹത്തിൻ്റെ വിളിപ്പേര്. 58 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം. പാലച്ചുവടിനടുത്ത് കുഴിക്കാല സ്വദേശി ജേബിൻ ഓടിച്ച കാറ് റോഡിൽ നിന്ന് തെന്നി മാറി വലിയ കാലയിൽ ജോണിൻ്റെ പറമ്പിലേക്ക് തലകീഴായി മറിയുകയായിരുന്നു. ഇത് കണ്ട് ഓടിയെത്തിയതായിരുന്നു മാത്യു. ജേബിന് പരിക്കുമില്ല. മുറിഞ്ഞങ്ങൽ പാലവിളയിൽ സജിൻ രാജിനെ കോന്നി ബിലീവേഴ്സ് ആശുപത്രിയിൽ നിന്ന് കല്ലിശ്ശേരി KM ചെറിയാൻ മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലായിരുന്നു ഈ സംഭവം. ഈ കൊണ്ടുപോകാനായിരുന്നു ആംബുലൻസ് ആവശ്യപ്പെട്ടത്. ആ ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. സജിനെ കൂടാതെ ഭാര്യ വിനീത മോഹൻ, അമ്മ സജി ദേവി, വിനീതയുടെ സഹോദരൻ സജു എന്നിവരും സ്റ്റാഫ് നഴ്സുമായിരുന്നു ആംബുലൻസിൽ ഉണ്ടായിരുന്നത്. പരിക്കേറ്റ ഇവരെ ഡ്രൈവർ ജോബിനെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിനീതയ്ക്ക് പ്രാഥമിക ചികിത്സ നൽകി പിന്നീട് ചെങ്ങന്നൂരിലേക്ക് മാറ്റുകയും ചെയ്തു. കാർ അപകടത്തിൽപ്പെട്ടതറിഞ്ഞ് തൊട്ടടുത്ത് താമസിക്കുന്ന മാത്യു ഷാമുവേൽ രക്ഷാപ്രവർത്തനത്തിനായി ഓടിയെത്തുന്ന സമയത്താണ് രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസ് നിയന്ത്രണം വിട്ട് മാത്യുവിനെ ഇടിച്ചു തെറിപ്പിച്ചത്. ശേഷം ഇരുചക്ര വാഹനത്തിലും ഇടിച്ച ശേഷം ആംബുലൻസ് സമീപത്തെ പറമ്പിൽ വീണുകിടന്ന കാറിലേക്ക് മറിഞ്ഞു. കാറ് തകർന്നു. മാത്യുവിനെ ഉടൻ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ ആയില്ല. ആംബുലൻസിൽ ഉണ്ടായിരുന്നവർ അതിനുള്ളിൽ കുടുങ്ങിപ്പോയി. രോഗി ഉൾപ്പെടെയുള്ളവരെ പത്തനംതിട്ടയിൽ നിന്ന് അഗ്നിരക്ഷാ സേനയെത്തി ഡോർ പൊളിച്ചാണ് പുറത്തെടുത്തതും ആശുപത്രിയിലാക്കിയതും. അങ്ങനെ തന്നെ മാത്യുവിൻ്റെ മൃതദേഹം പത്തനംതിട്ട ജനറൽ ആശുപത്രി മോർച്ചറിയിലാണ് ഉള്ളത്. ഭാര്യയുടെ പേര് ജോളി, മക്കൾ പ്രീന, പ്രിറ്റി. മകൾ പ്രീന കാനഡയിലാണ്. പ്രിറ്റി നഴ്സാണ്. കോഴഞ്ചേരിയിലെ പെയ്യാനിൽ ആശുപത്രിയിൽ തന്നെയാണ് ഉള്ളത്. കാർ അപകടത്തിൽപ്പെട്ടതറിഞ്ഞ രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തിയതായിരുന്നു. എന്നാൽ ഓടിയെത്തിയാൽ രോഗിയുമായി പോയ ആംബുലൻസ് ഇടിച്ചു മരിച്ചു എന്നറിയുമ്പോൾ കൂടുതൽ വിഷമമാണ്. ശരിക്കും പറഞ്ഞാൽ രക്ഷിക്കാൻ അങ്ങനെ എല്ലാവരും വരണമെന്നില്ല. ഒരാൾ അപകടത്തിൽപ്പെടുന്നത് കണ്ട് അങ്ങനെ എല്ലാവരും ഓടിയെത്തണമെന്നും ഇല്ല. എന്നാൽ അങ്ങനെ ഓടിയെത്താൻ കാണിച്ച മനസ്സിനെ എല്ലാവരും പ്രശംസിക്കുന്നുണ്ട്. പക്ഷേ ആ മനസ്സിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല എന്നതാണ് എല്ലാവരെയും വിഷമിപ്പിക്കുന്ന മറ്റൊരു വിഷയം. സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്യുന്നൊരു വിഷയമായി ഇത് മാറുകയും ചെയ്യുന്നു. എല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി അറിയുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരെല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായിരുന്നു ആ കുടുംബത്തിന് പറ്റിയ വേദന എന്നാണ് എല്ലാവരും അന്വേഷിക്കുന്നത്.